ഹായ് ഗേയ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഗരുഡാഗിരിയാണ്. കുട്ടനാട്ടിൻ്റെ സ്വന്തം ഗരുഡാഗിരി. നല്ല അടിപൊളി ഫുഡൊക്കെ അടിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഗരുഡാഗിരിയിൽ എത്തിയിരിക്കുകയാണ്. സാധാരണ ഞാൻ വരുന്ന നമ്മുടെ കൂട്ടുകാരുടെ കൂടെയൊക്കെയാണ് വരുന്നത് ഇവിടെ ഫുഡ് കഴിക്കാൻ. പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൂട്ടുകാരുടെ ഒന്നുമല്ല, നമ്മുടെ ഫാമിലിയുടെ കൂടെയാണ്. വൈഫിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ചേച്ചിയും പിള്ളേരും അമ്മയൊക്കെ ഇവിടെ ഫുഡ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഫുഡിനൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുന്നത് പൊടിമീൻ, അതുപോലെ കക്ക, പന്നി, ഇനി നമുക്ക് ഒരു ഐറ്റം കൂടെ ഉണ്ട് നമ്മുടെ താറാവ്. അങ്ങനെ താറാവും പന്നിയും കക്കയും പൊടിമീനും കാച്ചിൽ പുഴുങ്ങിയതും ചമ്മന്തിയും എല്ലാ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം റെഡിയാക്കി വെച്ച് ഇനിയും നമുക്ക് കുറച്ച് സാധനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ വരണം. അപ്പോൾ അത് 2 ഊണാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഊണ് വരുമ്പോഴത്തേക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന കാച്ചിലൊക്കെ എടുത്ത് അതിൻ്റെ കൊണ്ടുവന്നിരിക്കുന്ന ബാക്കി നമ്മുടെ പൊടിമീനിന് കുറച്ച് എടുത്ത് നോക്കുന്നു. അതുപോലെ നമ്മുടെ പന്നിയിലെ കുറച്ച് എടുത്ത് രുചിച്ച് നോക്കുകയാണ്. അതുപോലെ നമ്മുടെ കക്കയെ എടുത്ത് നോക്കുന്നു. അപ്പോൾ എന്താ പറയണ്ടേ, എല്ലാം അടിപൊളിയാണ്. എല്ലാം അടിപൊളിയാന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ 2 ഊണ് പറഞ്ഞിട്ടുണ്ട്, ആ ഊണ് വന്നിട്ടുണ്ട്. അതുപോലെ പാലപ്പവും വന്നിട്ടുണ്ട്. ഊണെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി കഴിക്കുന്ന പോലെയല്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഗരുഡാഗിരി ഷാപ്പിൽ അല്ലെങ്കിൽ ഒരു ഷാപ്പിൽ വന്നിട്ട് ഊണ് പറയുന്നത്. പക്ഷേ ആ ഊണിനകത്ത് നിറച്ച് ഹോട്ടലിൽ കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ കറികളും കാര്യങ്ങളുള്ള അടിപൊളി ഒരു ഊണായിരുന്നു അത്. അപ്പോൾ എന്തായാലും ഞാൻ ഊണല്ല, ഞാൻ നമ്മുടെ പാലപ്പമാണ് കഴിച്ചത്. നമ്മളെ പാലപ്പവും മറ്റേ കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൂട്ടി കഴിച്ച് എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് വീണ്ടും